Also the first to start blood stem cell transplantation unit in Kerala. He acquired fellowship of NCI, USA and WHO and over 60 awards from various organizations. Doctor is a peer reviewer in Journal of Medical and Pediatric Oncology and owns over 40 publications. His awards include Kairali Anantapuri Award 2012, Bashir Award 2015, NSH Global Harmony Award 2017. Thank you, sir, for accepting our invitation in spite of your busy schedule. Thank you. Participants can either post their question in the chat box during the talk, which will be discussed later, or they can directly ask their questions after clicking the raise hand icon during the interactive session. With immense pleasure, I welcome Dr. V.P. Gangadharan for the inaugural speech. താങ്ക് യു. ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലേ? Am I audible? Yes, sir. കേൾക്കാം സർ, കേൾക്കാം. യെസ് സർ. ആദരണീയനായ പ്രിൻസിപ്പൽ, നിങ്ങളുടെ മെഡിക്കൽ ക്ലബിൻ്റെ നട്ടലായ റീനമോൾ ജി ടീച്ചർ, വിഷ്ണു നമ്പൂരി സാർ, വിദ്യാർത്ഥി പ്രവീൺ ഷെറിൻ ഇൻകോശി, വിദ്യാർത്ഥിനികളെ, ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കോളേജാണ് ഞങ്ങളുടെ മാർത്തോമ കോളേജ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് മാർത്തോമ കോളേജ് ടീം ആയിരിക്കും ഒരു ടീം ഫൈനൽ കളിക്കുന്നത് മിക്കവാറും. ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പോൾ മറുവശത്തെ ടീം മിക്കവാറും ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട ആയിരിക്കും. തീർച്ചയായും ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്യുന്ന ക്രൈസ്റ്റ് കോളേജിനെ ആയിരിക്കും, കാരണം ഇരിഞ്ഞാലക്കുടക്കാരനാണല്ലോ. പക്ഷേ മാർത്തോമ കോളേജിൻ്റെ കളി വളരെ ഇഷ്ടപ്പെടാറുണ്ട്, കാരണം വളരെ നല്ലൊരു ടീമായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഈ ബന്ധമുണ്ട്. മാർത്തോമ കോളേജ് പേര് കേട്ട സമയം അന്നെന്ന് പറയും കുട്ടിക്കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ മുമ്പിൽ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അതൊന്ന് സിദ്ധാർത്ഥ് ശിവയാണ്. സിദ്ധാർത്ഥ് ശിവയും ആനും അത് എൻ്റെ മക്കളെ പോലെയാണ് അവർ രണ്ടുപേരും. അപ്പം ഞാൻ ഇന്ന് രാവിലെ ആനിനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ഞങ്ങളുടെ കോളേജിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചു രാവിലെ. അപ്പോൾ അതുകൊണ്ട് മാർത്തോമ കോളേജ് എനിക്കൊരു പുതിയ കോളേജല്ല. ഞാനവിടെ വന്നിട്ടുമുണ്ട്, നിങ്ങളുടെ കോളേജിൽ വന്നിട്ട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട് ഒരിക്കൽ. എന്തായാലും സന്തോഷമുണ്ട് കോളേജിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ വർഷവും. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല സങ്കടം മാത്രം മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ മെഡിക്കൽ ക്ലബ്ബ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. നമ്മൾ കോവിഡ് നമ്മുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞ കോവിഡ് മുമ്പിലുണ്ട്. പക്ഷേ ഇതുപോലത്തെ പ്രശ്നങ്ങളും ദുരന്തങ്ങളും വരാനിരിക്കുന്നേ ഉള്ളൂ. അത് കോവിഡ് മാത്രമായിരിക്കില്ല. അപ്പം നമുക്ക് അതിന് സജ്ജമായേ മതിയാവും. നമുക്കൊരു സേന തന്നെ വേണം. അപ്പോൾ ആ സേന എവിടെ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേനകൾ ആരംഭിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ആരും മൈക്ക് ഓണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. കുഴപ്പമില്ലല്ലേ? കേൾക്കാമല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് തീർച്ചയായും ഒരു ദുരന്ത സേനയുടെ ആവശ്യമുണ്ട്, അതായത് സേവനത്തിന് വേണ്ടിയിട്ട്. അത് ആരംഭിക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും കോളേജിൽ നിന്നാണ്. നമ്മൾ തിരിഞ്ഞൊന്ന് ആലോചിച്ചാൽ ഓരോ കോളേജിലും അതിൻ്റേതായിട്ടുള്ള ഒരു എമർജൻസി സ്ക്വാഡ് ഉണ്ടെങ്കിൽ നമ്മളിതിനെ ഏത് ദുരന്തവും നമുക്ക് നേരിടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുറേ യുവാക്കളും യുവതികളുമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ആ എനർജി ലെവൽ ഈസ് വെരി ഹൈ. ഒരു രാജ്യത്തിന് വേണ്ടത് ആ എനർജി ലെവലാണ്. അവിടെ ഇതുപോലെ ഹെൽത്ത് ക്ലബ്ബുകൾക്ക് തന്നെയാണ് തീർച്ചയായും മുന്നോട്ട് വരാൻ സാധിക്കുന്നതും.
അത് മാത്രമല്ല, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്നലെ എനിക്ക് ഒരു വന്നൊരു മെസ്സേജാണ്. ആ മെസ്സേജിൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ അവബോധം ക്യാൻസറിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടും എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ള ചെറിയൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ഒരു പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ ആഴ്ചത്തെ മാതൃഭൂമി നിങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പബ്ലിഷിങ്ങിന് പോവുകയാണ്. ഒരു സ്ത്രീയുടെ മെസ്സേജാണ്, എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഡോക്ടർ എന്നെ ഓർക്കുന്നുണ്ടാവില്ല. ഞാൻ ഡോക്ടറെ ഒരു 10 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിന് ലങ് ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു, എനിക്ക് അന്ന് വളരെ സന്തോഷം തോന്നി. കാരണം എനിക്ക് ഭർത്താവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു വിശ്വാസം വന്ന സമയമാണ്. പക്ഷേ ഇന്ന് ഞാൻ എഴുതാൻ കാരണം മറ്റൊന്നുമല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഭർത്താവിന് ക്യാൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത്. അപ്പോഴേ വീട്ടുകാരെല്ലാം കൂടെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ എന്നെ ഫോൺ ചെയ്യുന്ന എനിക്ക് മെസ്സേജ് അയച്ച യുവതിയുടെ ഗ്രഹനില മോശമായതുകൊണ്ടും ജാതകം മോശമായതുകൊണ്ടാണ് ഭർത്താവിന് ക്യാൻസർ വന്നത്. അത് അവരെല്ലാവരും ഏറ്റുപാടി, ഭർത്താവും ഏറ്റുപാടി. ഇവർ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ജീവിതം ദുസ്സഹമായി തോന്നിയപ്പോൾ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം സാധാരണ പോലെ വിവാഹമോചനമൊക്കെ നടക്കുന്നു. പക്ഷേ ഇവർ സംശയം ഡോക്ടറെ അങ്ങനെ ഗ്രഹനില മോശമായതുകൊണ്ടും അതുപോലെ ജാതക പൊരുത്തമില്ലായ്മ കൊണ്ടും ക്യാൻസർ വരുമോ എന്നുള്ള ചോദ്യമാണ്. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ 100% സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം പുരോഗമിച്ച കേരളത്തിൽ ഇങ്ങനെയൊരു ചോദ്യം വരണമെങ്കിൽ, അല്ലെങ്കിൽ യുവതിയുടെ നേരെ കൈ ചൂണ്ടണമെങ്കിൽ അതിൻ്റെ കുറ്റം ഞങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ അവബോധം ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ലങ് ക്യാൻസർ മന്താണ്. അപ്പോൾ ലങ് ക്യാൻസർ മന്തിൽ എൻ്റെ അടുത്ത് അവതാരിക ചോദിച്ചു, പുകവലി അല്ലെങ്കിൽ റാഡോൺ ഗ്യാസ് അല്ലെങ്കിൽ വായുമലിനത്തിനപ്പുറം എന്തെങ്കിലും കാരണം ക്യാൻസർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ പറയും ഗ്രഹനിലയും ജാതകദോഷവും. അപ്പോൾ നമ്മൾ ആ നിലയിലേക്ക് നമുക്ക് എത്തി നിൽക്കേണ്ടി വരുന്ന സ്ഥിതി. ഇതിനൊക്കെ ഒരു ഉത്തരം തരണമെങ്കിൽ, മറുപടി തരണമെങ്കിൽ നമുക്ക് ആവശ്യം ഇതെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കണം. അവിടെയാണ് നിങ്ങളുടെയൊക്കെ പങ്ക് വരുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് അറിയുന്നില്ല സാധിക്കും. ഇതുപോലെ ഓരോ കോളേജും വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ സ്കൂളിലെയും കുട്ടികൾ വിചാരിക്കുകയാണ് ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും, ഞങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് അതിന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു അറുതി വരും. അപ്പോൾ അതിനൊക്കെ ആണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ഞങ്ങൾ കഴിഞ്ഞ വർഷം സാന്ത്വന ചികിത്സ നിങ്ങളൊരു മേഖലയായിരുന്നു. അതും ഞാൻ പറഞ്ഞത്, അതും ഈ കഴിഞ്ഞ ദിവസം നല്ല സംഭവമാണ്. ഒരു കുട്ടിയുടെ ഫോൺ കോളാണ് ഇതുപോലെ. അച്ഛൻ്റെ അവസാനത്തെ ദിവസത്തെ റേഡിയേഷൻ ചികിത്സയാണ്. ആ റേഡിയേഷൻ ചികിത്സ കൊടുക്കണമെങ്കിൽ അവർ ഒരു തുക അടയ്ക്കണം. ആ തുക എൻ്റെ കയ്യിൽ ഒന്നുമില്ല ആ തുക അടയ്ക്കാനായിട്ട്. പക്ഷേ അച്ഛൻ്റെ ഒരു ദിവസത്തെ റേഡിയേഷൻ മുടക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ടിട്ട് 6 മാസമേ ഉള്ളൂ രക്താർബുദമായിട്ട്. അതുകൊണ്ട് അച്ഛനെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാണ്. ഞാൻ വിളിച്ചെന്നെ മുമ്പിലേക്ക് വരുത്തി സംസാരിച്ചു, വി കുഡ് സെറ്റിൽ. പക്ഷെ അവിടെയൊക്കെ എന്താ പറയുക, അവിടെയൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ അപ്പം തന്നെ മുമ്പിൽ വരുന്നത് ഇതൊന്നും സംഭവിക്കാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ. ഇതിനൊക്കെ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. കൊച്ചിൻ ക്യാൻസർ സിറ്റിയുടെ പ്രധാന ധർമ്മം അത് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്ത് വരുന്ന ഒരു രോഗി പോലും പൈസ ഇല്ല എന്ന ഒറ്റ കാരണത്താൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് പോകില്ല എന്ന് 100% തറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ 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 വ്യക്തമായ കണക്കുകളാണ് അതൊക്കെ. നമ്മൾ ഇന്ത്യയിൽ ഏകദേശം ഓരോ വർഷവും ഏകദേശം 15 ലക്ഷം പുതിയ ക്യാൻസറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചി കേരളത്തിലെ കണക്ക് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഇവിടെ കടന്നു പോകുന്നത് 120 പരം പുതിയ രോഗികൾ സമ്മാനിച്ചുകൊണ്ടാണ്. ഓരോ വർഷവും ഉണ്ടാകുന്ന വർധനയാണ്. അപ്പോൾ നമ്മൾ എന്നും ചികിത്സയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ജനതയാണ്. അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ക്യാൻസർ വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുമോ, രക്ഷപ്പെടാൻ സാധിക്കുമോ? പക്ഷേ അതല്ല നമ്മുടെ മുമ്പിലെ 2 പ്രധാനപ്പെട്ട പടികളുണ്ട്. അതിന് മുമ്പ്, ചികിത്സയെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ്, സംസാരിക്കുന്നതിന് മുമ്പ്. നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്
ഇവിടെ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ 30% നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. യു ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്. നമ്മുടെ കണക്കുകൾ അതൊക്കെയാണ്. അതായത് നമുക്കിവിടെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2 തരം ക്യാൻസറുകൾ ശ്വാസകോശാർബുദവും വായ്ക്കകത്തും കഴുത്തിൽ നിന്നുള്ള ക്യാൻസറുകളാണ്. ഇത് രണ്ടും പുകയിലയുമായി നേരിട്ട് ബന്ധമുള്ള 2 ക്യാൻസറുകളാണ്. ഇപ്പോൾ 30% ക്യാൻസർ നമ്മൾ തടയണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. പുകയില, മദ്യപാനം, നമ്മുടെ ആഹാര രീതികൾ, വ്യായാമം, ഇത് 4 വളരെ പ്രധാനമാണ്. ഇത് 4 നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കണക്കിൽ 30% തടയാൻ സാധിക്കുന്നതാണ്. മറ്റൊരു 30% നമുക്ക് പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അവിടെയാണ് മുൻപന്തിയിൽ വരുന്ന ഒരു ക്യാൻസർ സ്തനാർബുദമാണ്. നമ്മുടെ ഇന്നത്തെ കണക്ക് അതിഭീകരമായ കണക്കാണ്. കാരണം 3-1 സ്ത്രീ ക്യാൻസറുമായിട്ട് ഇന്ന് എൻ്റെ ഒ പിയിൽ വരുന്ന സ്തനാർബുദമായിട്ടാണ്. അത് മാത്രമല്ല, ഒരു ആയുഷ്കാലത്ത് 22 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം. തീർച്ചയായും പ്രാരംഭ ദശയിൽ കണ്ടെത്താൻ സാധിക്കുന്ന ക്യാൻസറാണ്. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ വിജയസാധ്യത 100%. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വന്നെത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് റീച്ച് ദി സൊസൈറ്റി. നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് സമൂഹത്തിനെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതായത് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസർ, അവിടെയൊക്കെ നിങ്ങളുടെ റോള് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ഈ മെഡിക്കൽ ക്ലബിലുള്ള മാത്രമല്ല, നിങ്ങളുടെ കോളേജിലെ ഓരോ വിദ്യാർത്ഥിനിക്കും ഇതിനെക്കുറിച്ച് തീർച്ചയായും അറിവ് വേണം. പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ പറയാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എവരി ഫീമെയിൽ, നിങ്ങൾ ഓരോ സ്ത്രീക്കും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കണം. അത് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് നേരത്തെ പ്രിൻസിപ്പിൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ഹൗ ടു ഗോ ഹെഡ് എന്നുള്ളത്. അവിടെയൊക്കെ നിങ്ങളുടെ റോള് വളരെ വളരെ വലുതാണ്, വളരെ പ്രധാനമാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുന്ന മേഖലകളിലാണ്. അപ്പോൾ മെഡിക്കൽ ക്ലബ്ബ് നിങ്ങളുടെ 4 ചുമരുകൾക്കുള്ള ഒതുങ്ങേണ്ട ഒരു ക്ലബ്ബല്ല. നിങ്ങൾ ഇറങ്ങി ചെല്ലേണ്ടത് സമൂഹത്തിലേക്കാണ്. അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കോളേജിൽ ചിലവഴിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് അതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. പക്ഷെ അതിനോട് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്താണെന്ന് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആദ്യമൊക്കെ കുറേ പേരൊക്കെ ഇതിനെതിരെ വരും, ഞങ്ങൾക്ക് ഇപ്പം സാധിക്കില്ല, സമയമില്ല ഒക്കെ വരും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് ഇഫ് യു ആർ പാർട്ട് ഓഫ് ദി സൊസൈറ്റി, നിങ്ങൾ ആ സമൂഹത്തിന് ഭാഗമായെന്നത് തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ലോട്ടറി അടിച്ചാൽ പോലും കിട്ടില്ലെന്ന് ഞാൻ പറയും. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് യു ഗെറ്റ് ബാക്ക്. ഞാൻ എൻ്റെ പ്രൊഫഷനിലൊക്കെ എൻജോയ് ചെയ്യുന്നത് അത് തന്നെയാണ്. അതായത് നമുക്ക് ചുറ്റും ഇതുപോലെ സിദ്ധാർത്ഥമാരും ആനിമാരും ഒക്കെ നമ്മുടെ ചുറ്റും നമ്മുടെ മക്കളെ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ. അതുപോലെ ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചാലും എനിക്ക് അമ്മ എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ധാരാളം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് തോന്നും, അതായത് ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് തോന്നും. ആ അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അത് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഭാഗമാണ്. കാരണം നമ്മൾ എന്തും ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ്. യാഥാർത്ഥ്യം നേരിടാതെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞുതരാം. പലപ്പോഴും ഇങ്ങനെ പല വേദിയിലും ചെന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും ഒരാളെങ്കിലും എഴുന്നേറ്റ് എന്ന് പറയും, ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു നേഴ്സല്ല, ഞാനൊരു ആരോഗ്യ പ്രവർത്തനമല്ല, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് ഏറ്റവും വലിയ ഒളിച്ചോട്ടം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പം രാത്രി OP എല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ രാത്രി 10-11 മണിയാവും. നമ്മുടെ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ വരുന്ന അമ്മയും അവളും മാത്രമേ ആ സമയത്ത് OP നിന്ന് ഇറങ്ങിപ്പോകാനുണ്ടാവുള്ളൂ. അവർക്ക് ഇവിടെ നിന്ന് സേഫായി സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ കയറി പോകാൻ ആരെങ്കിലും സഹായം വേണം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ചുറ്റും കാറുള്ളവരുണ്ട്, അവർക്ക് യാത്രാ സൗകര്യമുള്ളവരുണ്ട്. അതിൽ ഒരാൾ വിചാരിച്ചാൽ ഇവരെ സ്റ്റേഷനിൽ കൊണ്ട് വിടാൻ സാധിക്കും. വലിയ ഉപകാരം നമുക്ക് തോന്നില്ല, പക്ഷെ അവരെ സംബന്ധിച്ചുള്ള വലിയ ഉപകാരമാണ്. കാരണം സേഫ്ലി ദേ ആർ റീച്ചിങ് എ സ്റ്റേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഒളിച്ചോട്ടമല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ഇറങ്ങണം. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദി ഫീൽഡ്. നമ്മൾ ഗോതയിലേക്ക് ഇറങ്ങാൻ പറയും. ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രാധാന്യവും ഇതിൻ്റെയൊക്കെ മാഹാത്മ്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇറങ്ങുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മളെപ്പോഴും പറയാറുണ്ട്, അതായത്
ക്യാൻസർ ചികിത്സയിലൂടെ രോഗിയും മരിക്കും, രോഗത്തിൻ്റെ കുടുംബവും മരിക്കും. കാരണം കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത വലിയൊരു പ്രശ്നമാണ്. അതെങ്ങനെ നേരിടാം? പല വേദിയിലുള്ള ചോദ്യമാണ്. ഞാൻ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഒരു ഗവൺമെൻറ്റിനും ഒരു സർക്കാരിനും ഇവിടുത്തെ എല്ലാ ക്യാൻസർ രോഗികളെയും ഫ്രീ ആയിട്ട് ചികിത്സിക്കാനോ സൗജന്യമായി അവർക്കുള്ള മരുന്ന് നൽകാനോ സാധിക്കില്ല. പക്ഷെ നമ്മൾ തിരിഞ്ഞാലോചിക്കാം. നമുക്കിവിടെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ വിടാതെ ജാഥ നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമുക്കിവിടെ എല്ലാ കോളേജിലും ഇവിടെ ധാരാളം കുട്ടികളുണ്ട്, സംഘടനകളുണ്ട്, സ്കൂളുകൾ, കോളേജുകൾ, ദേവാലയങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളികൾ. ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. നമ്മൾ തീരുമാനമെടുക്കുക. ഈ ഓരോ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടവർ അവിടുത്തെ ഒരു കുട്ടിക്ക് അല്ല അവിടുത്തെ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ചികിത്സിക്കാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു രോഗി പോലും പൈസയില്ല എന്ന കാരണത്തില്ല ചികിത്സ നിഷേധിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സംവിധാനം ഓരോ കോളേജും വല്ല സ്കൂളും ഉണ്ടാക്കണം. ചെറിയൊരു ഫണ്ട് നിങ്ങൾ ആരംഭിക്കുക. ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോർപ്പസ് മണി മതി ബാക്കി ചികിത്സ തുടരാനായിട്ട്. അവിടെ ആർക്കെങ്കിലും ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചികിത്സയ്ക്കുള്ള പണം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന പദ്ധതികളാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിത് പറയാൻ കാരണം ഞാനിത് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഡെയിലി ഓരോ ദിവസവും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എനിക്കും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവരിൽ നിന്നും ഞാനറിയാതെ അവരറിയാതെ എനിക്ക് കിട്ടിയ പ്രചോദനവും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മാർഗ്ഗരേഖകളും വെച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തന്നെ പറയാം. അത് മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമുക്ക് പ്രശ്നങ്ങളുള്ളൊരു വർഷങ്ങളായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മളെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചു. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഈ മെഡിക്കൽ ക്ലബിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മുമ്പിൽ വളരെ സ്ട്രോങ് ആയ 2 സ്ട്രോങ് പില്ലേഴ്സ് ഉണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പലും റീതമോൾ മാഡവും. ദേ വിൽ ബി ഹെൽപ്പിങ് യു. തീർച്ചയായും എനിക്കറിയാം. കാരണം അല്ലാതെ ആ ഒരു മനസ്സില്ലാത്ത ഒരാൾക്കും ഇങ്ങനൊരു സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള മനസ്സ് വരില്ല. അത് റിയലി അപ്രീഷിയേറ്റ് യു ബോത്ത്. കാരണം അത് വലിയൊരു കാര്യമാണ്. മുന്നോട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരും അനുമതിയോടുകൂടെ ഞാൻ ഈ മെഡിക്കൽ ക്ലബ്ബ് ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ്. വേൾഡ് എയ്ഡ്സ് ഡേയും കൂടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ ഭാഗങ്ങളും നേരെയാണ്. എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സഹായം എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ രോഗിയായിട്ടല്ല, ബട്ട് ഫോർ യുവർ എഡ്യൂക്കേഷൻ പർപ്പസ്, നിങ്ങൾ എന്തെങ്കിലും പർപ്പസിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും വരാം. കോവിഡ് ഇല്ലെങ്കിൽ അവിടെ തന്നെ വരാം. സന്തോഷമേ ഉള്ളൂ. നന്ദി, നമസ്കാരം. Thank you, sir. Thank you, sir, for your valuable words. Questions have not been posted. So, dear participants, now you can directly ask your questions if you have any after clicking the raise hand icon. ഇന്ററാക്ഷനുള്ള സമയമാണ്. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും സംസാരിക്കണം, ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടറെ, ഈ ബേക്ക് പ്രൊഡക്റ്റ് മധുരം ഏതെങ്കിലും തരത്തില് ക്യാൻസറിനെ അഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒരു കോസായിട്ട് വരുമോ? നമ്മൾ ഡയറക്റ്റ് മധുരം എന്ന് പറയാൻ പറ്റില്ല. അത് കോസായ കാര്യം. ഒരു മിസ്കൺസെപ്റ്റാണ്. നമ്മൾ 5 വൈറ്റ്സ് എന്ന് പറഞ്ഞ പലരും പറയാറുണ്ട്. അത് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര, അങ്ങനെ അത് കൺസെപ്റ്റ് ഇല്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ ഐറ്റംസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൊഴുപ്പും കാലറിയുമുള്ള ആഹാരം നമ്മൾ ധാരാളം കഴിക്കുകയാണ്. കാലറീസ് ഓൺ ഇൻക്രീസ്. അപ്പോൾ നമുക്ക് അതേ സമയത്ത് അമിതവണ്ണം നമുക്കൊരു കാരണമാണ്. ഒബിസിറ്റി ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. ക്യാൻസറിന് കാരണക്കാരനാണ്. പ്രത്യേകിച്ചും സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ, കിഡ്നിയിലെ, ഇതൊക്കെ കൊഴുപ്പ് പ്രധാന ഘടകമാണ്. വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കഴിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം, നമ്മളത് പറഞ്ഞതാണ്, കൊഴുപ്പും കലമുള്ള ആഹാരം ധാരാളം കഴിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, അതുവഴി അമിതവണ്ണം പ്രശ്നമാണ്. അതേപോലെ കൊഴുപ്പും കലമുള്ള ആഹാരം ധാരാളം കഴിക്കുക, നാരുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ
നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് കുടലിലെ ക്യാൻസറുകൾ. നമുക്കിവിടെ ചില മാറ്റങ്ങളുണ്ട്. ഞാനത് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ഞാൻ മുഴുവൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണക്കുകളിൽ വരുന്ന കുറേ മാറ്റങ്ങളുണ്ട് ഇപ്പം. അതായത് പണ്ട് നമ്മളിവിടെ അപൂർവമായി കാണുന്ന ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കുന്ന പലതും ഇന്ന് അപൂർവങ്ങളല്ല. ഉദാഹരണം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടി വരികയാണ്, വൻകുടലിലെ ക്യാൻസർ കൂടി വരികയാണ്, ലിവർ ക്യാൻസർ കൂടി വരികയാണ്, തൈറോയ്ഡ് ക്യാൻസർ കൂടി വരികയാണ്. അപ്പോൾ ഇതെല്ലാം വന്ന മാറ്റങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടി വരും പലപ്പോഴും. അത് പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി അതാണ്. അതായത് പുകയില നോ, ബിഗ് നോ ടുബാക്കോ, നോ ആൽക്കഹോൾ, അതുപോലെ വ്യായാമം, നമ്മുടെ അമിതവണ്ണം നിയന്ത്രിക്കുക, ഇതൊക്കെ നമ്മുടെ മുൻപിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല ഷുഗർ ആസ് സച്ച് നമ്മളൊരു കാരണമായിട്ട് കാണിക്കാറില്ല. എൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഞാൻ 3ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ശരി. സർ, ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമായി വരുന്ന ആരെങ്കിലും നമുക്ക് കേസുകളുണ്ടോ? അതുപോലെ ഇത്തരം കേസുകളിൽ ഈ വിവിധ വർഷങ്ങളിലായിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കാമോ? നമുക്ക് പാരമ്പര്യത്തിന് ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ ക്യാൻസറിലെ സാധ്യത 5% മാത്രമേ ഉള്ളൂ. 5% ഉണ്ട്. പാരമ്പര്യം തന്നെയാണ് കാരണം എന്ന് പറയാൻ കാരണം. അതും ചില ക്യാൻസറൊക്കെ ചില പ്രായത്തിൽ. അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറാണ്, സഹർബുദമാണ്. നമുക്കൊരു 5 to 10% ചാൻസ് ഹെറിഡിറ്റി പാരമ്പര്യം. നമുക്ക് പല ക്യാൻസറുകളും ഈ പാരമ്പര്യം എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിലെ പ്രധാനമായിട്ടും 2 ജീനുകളാണ്, BRCA1 and BRCA2, BRCA1 and BRCA2 ജീൻസ് എന്ന് പറയും. ആ നമുക്ക് ഈ ചില കണ്ടീഷനിൽ നമ്മൾ ജീനുകൾ പരിശോധിക്കാൻ പറയും. ബ്ലഡാണ് നോക്കുന്നത്. ഉദാഹരണത്തിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് അമ്മയ്ക്ക് ചെറുപ്പത്തിലെ ബ്രസ്റ്റ് ക്യാൻസർ വരിക, അല്ലെ അത് യൂഷ്വലി 45 to 50 years താഴെയാണെങ്കിൽ, അതുപോലെ 2 ബ്രസ്റ്റിലും വരിക, 2 സ്ഥലങ്ങളിലും വരിക, അല്ലെങ്കിൽ ബ്രസ്റ്റും ഓവറിയും അണ്ടാശയത്തിലുമായിട്ട് വരിക, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു പുരുഷന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. ഇതിനൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവരുടെ BRCA1 BRCA2 നോക്കാൻ പറയും. അങ്ങനെ പാരമ്പര്യമായിട്ട് ഇത് വരുന്നുണ്ടെന്ന് നോക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് ഒന്ന് പറയാമോ? ട്രീറ്റ്മെന്റിന്റെ എല്ലാ ടെസ്റ്റിന്റെ പറയാൻ പറ്റുമോ? BRCA1 BRCA2 ഉണ്ടോ? അതെ. BRCA1 BRCA2 സാധാരണ നമുക്ക് സംവേർ ഒരു 22,000 rupees അടുത്ത് വരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എല്ലാവരും വെച്ച് ചെയ്യല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത് എങ്ങനെ നമുക്ക് ഹൈ റിസ്ക് ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഹൂ ഇറ്റ് റിക്വയർസ് ടെസ്റ്റിംഗ്, അവർ ചെയ്യാൻ പറയും. ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ മുഴകൾ നമുക്ക് എങ്ങനെയും തിരിച്ചറിയാൻ പറ്റുമോ മറ്റുള്ളതിൽ നിന്ന്? ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും സൂചന? സൂചനകളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് വേദനയില്ലാത്ത മുഴകളാണ് സാധാരണ കാണുന്നത്. വേദനയില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴകളാണ് സാധാരണ. വേദനയോട് കൂടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ക്യാൻസർ ആയിരിക്കില്ല. അപ്പോൾ വേദനയില്ലാത്ത മുഴകൾ, വേദനയില്ലാത്ത ഗുണങ്ങൾ ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും രോഗികൾക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ പലപ്പോഴും പല രോഗികളും വന്ന് പറയും എനിക്ക് വേദനയില്ലായിരുന്നുകൊണ്ട് ഞാൻ വന്നില്ല എന്ന് പറയും. പക്ഷെ അതല്ല, തിരിച്ചാണ്. വേദനയില്ലാത്ത മുഴകളാണ് പ്രശ്നം. പെയിൻലെസ് ലംപ് ആൻഡ് പെയിൻലെസ് അൾസേഴ്സ് എന്നീ പ്രശ്നം എന്ന് പറയുന്നത്. അത്തരം മുഴകൾ പെട്ടെന്ന് വലുതാകുമോ? അതായത് ഈ ഒരു വർഷത്തെ ഒരു ഗ്യാപ്പിലൊക്കെ പെട്ടെന്ന് വലുതാകുന്നതായിട്ട് നമുക്ക് വലുതാകാം. അതൊക്കെ ക്യാൻസറിന്റെ വളർച്ച ഹൈലി വേരിയബിൾ. ചിലത് വളരെ സാവധാനം വളരുന്നതായിരിക്കും, ചിലത് പെട്ടെന്ന് വളരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വളരുന്നതും സാധ്യതയുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വളർന്നു എന്നുള്ളത് കൊണ്ട് മാത്രമേ ക്യാൻസർ അല്ല എന്ന് പറയാൻ സാധിക്കില്ല. സാവധാനം വളരുന്നു എന്നുള്ളത് കൊണ്ട് ക്യാൻസർ അല്ലെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വളർച്ച നമുക്ക് വ്യത്യാസം വരും, വളരെയധികം വ്യത്യാസം വരും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധാരണക്കാരുടെ മുമ്പിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒറ്റ തരത്തിൽപ്പെടുന്നേ ഉള്ളൂ ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ സാധാരണ അങ്ങനെയല്ല. ഓരോ രോഗിയും വ്യത്യസ്തമാണ്. നമ്മൾ ഹെറ്ററോജിനസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓരോ രോഗിയുടെയും ആ സ്വഭാവം വ്യത്യാസം, അസുഖത്തിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ട്, അതിൻ്റെ സാധ്യതകൾ വ്യത്യാസമുണ്ട്, ചികിത്സ വ്യത്യാസമുണ്ട്, നമുക്ക് വിജയസാധ്യതയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഹെറ്ററോജിനസ് ഡിസീസ് എന്ന് പറയും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലും നമുക്ക് വ്യക്തമാക്കാൻ പറ്റുമോ അത്തരം മുഴകൾ? അൾട്രാസൗണ്ടിൽ നമുക്ക് ഏറ്റവും നല്ല പരിശോധന എന്ന് പറഞ്ഞാൽ മാമോഗ്രാമാണ്. എക്സ്റേ, അത് 2 വിധത്തിൽ ചെയ്യാവുന്നുണ്ട്. എക്സ്റേ മാമോഗ്രാം ഉണ്ട്, നമുക്ക് അൾട്രാസൗണ്ട് മാമോഗ്രാം ഉണ്ട്, നമുക്ക് MRI മാമോഗ്രാം ഉണ്ട്, തെർമോ മാമോഗ്രാം ഉണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഉപദേശം 40 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും സ്ത്രീകളും വർഷത്തിലൊരിക്കലും എക്സ്റേ മാമോഗ്രാം ചെയ്യാൻ പറയും. നമ്മൾ 20 വയസ്സിനും 40 വയസ്സിനും എക്സ്റേ മാമോഗ്രാം ചെയ്യില്ല. അതിന് പകരം ഒരു അൾട്രാസൗണ്ട് മാമോഗ്രാം ചെയ്യാൻ പറയും.
എക്സ്റേ മാമോഗ്രാം നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ചെയ്യുള്ളൂ. അതിന് ഇടയ്ക്ക് വെച്ച് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്റേ മാമോഗ്രാം ഒരു വർഷത്തിലേക്ക് രണ്ടാമത് ചെയ്യില്ല. നമ്മൾ അതിനിടയ്ക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഒരു MRI മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മാമോഗ്രാം ചെയ്ത് നോക്കാൻ പറയും. ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് അസുഖം സ്ഥിരീകരിക്കണമെങ്കിൽ നമ്മൾ സംശയമുള്ള ഭാഗത്തു നിന്ന് മുഴകൾ കുത്തിയെടുത്ത് പരിശോധിച്ചിട്ട് ആ കോശങ്ങൾ പരിശോധിച്ചത് ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് ക്യാൻസർ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാമോഗ്രാമിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പറയാൻ സാധിക്കുന്നു മാത്രം. താങ്ക് യു ഡോക്ടർ. മെഡിക്കേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നത് ശരിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു രോഗത്തിന്, ഇപ്പം തൈറോയിഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗത്തിന് മരുന്ന് എടുക്കുന്നത് കൊണ്ട് അത് ക്യാൻസർ കോസിംഗ് ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ചില മരുന്നുകൾ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വേദന സംഹാരികളാണ്, പെയിൻ കില്ലേഴ്സ്. നിങ്ങൾ അനാവശ്യമായിട്ട് ഒരിക്കലും പോയി ഒരു തലവേദന വന്ന് പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ചു, ഒരു നടുവേദനയ്ക്ക് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു, അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷനും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ പോയി മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കരുത്. ബിക്കോസ് ഇറ്റ്സ് ഡേഞ്ചറസ്. നമുക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകാം, മജ്ജയ്ക്ക് പ്രശ്നം ഉണ്ടാകാം, അതുപോലെ ക്യാൻസറിൻ്റെ സാധ്യതകളുണ്ട്. അതുപോലെ ഹോർമോണുകൾ ഇപ്പോൾ നിങ്ങളുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഹോർമോൺസ്, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മാസമുറ മാറ്റി വയ്ക്കാനും ഗർഭധാരണം തടയാൻ വയ്ക്കുന്ന ഹോർമോൺ അമിതമായ ഉപയോഗം, ഇറ്റ് ക്യാൻ ലീഡ് ടു എ ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ ഒരു കാരണം അതാണ്. അതുപോലെ നമ്മളൊരു വന്ധ്യതാ ചികിത്സയ്ക്ക് പോവുകയാണ്, കുട്ടികളില്ലാത്തവർ, യു ആർ ഗോയിങ് ഫോർ ഇൻഫിനിറ്റ് ട്രീറ്റ്മെൻറ്റ്. ആ സമയത്ത് ഉപയോഗിക്കുന്ന പല മരുന്നുകളും അതിനൊക്കെ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ ഉത്തേജിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതിന് മുമ്പ് സ്ഥാനാർബുദം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടൊക്കെ വേണം പോകാൻ. അപ്പോൾ അങ്ങനത്തെ ചില മരുന്നുകളുണ്ട് പ്രശ്നം. പിന്നെ ചില വളരെ വളരെ അപൂർവമായിട്ട് ചില ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ നമ്മളുടെ ഫിറ്റ്സ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ചില മരുന്ന്, അതിനൊക്കെ ചില സാധ്യതകളുണ്ട്. പക്ഷെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ മരുന്നുകളൊക്കെ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ ഒരു ഫോളോ അപ്പിൽ മാത്രമേ കഴിക്കാവുള്ളൂ. ബിക്കോസ് ഡോക്ടർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നോക്കിക്കൊണ്ടിരിക്കും. ഹലോ സർ, എൻ്റെ പേര് ജോസ്മിൻ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ്. സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. സാർ, ഈ നമ്മുടെ മെഡിസിൻസ് ഒക്കെ, നമ്മുടെ ക്യാൻസറിന് ഉപയോഗിക്കുന്ന മെഡിസിൻസിന്റെ കേസിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് അതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടെന്നുള്ളതാണല്ലോ. അപ്പൊ ഈ നാനോ മെഡിസിൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഈ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ലെവലിലെല്ലാം വിജയമാണെന്ന് പറയുന്നത്. അപ്പൊ സാർ അതിപ്പോ ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്? വളരെ വെരി 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 റിലവന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് പാർട്ടാണ്. നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി, നമ്മുടെ ക്യാൻസർ ചികിത്സ ഒരു 30 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്ത് ചികിത്സയേ അല്ല. ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മരുന്നുകളൊക്കെ നമ്മൾ പറയും കാർഡടച്ച് വെടിവെക്കാന്ന് പറയില്ല. അതായത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എല്ലാ മരുന്നുകളും ഒറ്റ പ്രിൻസിപ്പിളായിരുന്നു. അതായത് എവിടെയൊക്കെ കോശങ്ങളിൽ പെട്ടെന്ന് പെറ്റുപെരുകുന്നുണ്ടോ അതിനെയൊക്കെ നശിപ്പിക്കണം. ബിക്കോസ് ക്യാൻസറിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ, ക്യാൻസർ സെൽസ് ആർ റാപ്പിഡ്ലി മൾട്ടിപ്ലൈങ്, ഫാസ്റ്റ് മൾട്ടിപ്ലൈങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തലമുടി പൊഴിയുന്നത്. ബിക്കോസ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പെട്ടെന്ന് പെറ്റുപെരുകുന്ന ഒരു കോശം തലമുടിയാണ്. അതുപോലെ വായിക്കത് തൊലി പോകുന്നു, കൗണ്ട് കുറയുന്നത്, എല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾസ് അന്ന് അതായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വി ഹാവ് ഗോൺ ടു എ മോളിക്കുലർ ലെവൽ എന്ന് പറയും. അതായത് നമ്മൾ പല ക്യാൻസറുകളിലും നമുക്ക് എന്തുകൊണ്ട് ആ ക്യാൻസർ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ പഠനങ്ങളും ധാരണകളും ഉണ്ട്. അതിൽ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു വന്നത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന ബ്ലഡ് ക്യാൻസറിനാണ്. അവിടെ നമുക്കൊരു ജീൻ മ്യൂട്ടേഷൻ ഉണ്ട്. നമുക്ക് 9-22 ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ തന്നെ ഫിലഡൽഫിയ ക്രോമസോം, നമുക്ക് പണ്ട് മുതലേ അറിയാമായിരുന്നു. പക്ഷെ ആ ക്രോമസോം വരെ നമുക്ക് അറിയുള്ളായിരുന്നു. പിന്നീട് അറിയുന്നത് ആ ക്രോമസോമിൻ്റെ പ്രോഡക്റ്റ്, അതായത് ഫ്യൂഷൻ ജീനാണ്. ആ ജീനിൻ്റെ പ്രോഡക്റ്റ് വെറും ഒരു എൻസൈമാണ്, ടൈറസിൻ കൈനേസ് എൻസൈമാണ്. അപ്പോൾ ഈ ടൈറസിൻ കൈനേസ് എൻസൈമാണ് ആ ലുക്കീമിയയുടെ വളർച്ചയെ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ടൈറസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ടൈറസിൻ കൈനേസ് തടഞ്ഞു നിർത്തിയാൽ മതി. അങ്ങനെ പല ക്യാൻസറുകളിലും നമ്മൾ പറയുന്നത് ഡ്രൈവർ മ്യൂട്ടേഷൻസ് ആണ്. അതായത് ആ ക്യാൻസറിനെ മുന്നോട്ട് നയിക്കുന്ന ചില ജീൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പല ക്യാൻസറുകളിലും. അതിനൊക്കെ നമുക്ക് ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. ടാർഗറ്റ് നമ്മുടെ ലക്ഷ്യം ആ ക്യാൻസർ കോശങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ സാധാരണ കോശങ്ങൾ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് മറ്റ് പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നില്ല. പിന്നെ നാനോ ടെക്നോളജി പറയുകയാണെങ്കിൽ നമുക്ക് ആ മരുന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട കോൺസെൻട്രേഷനിൽ എത്തിക്കാനും നമുക്ക് ഇതുപോലെ ടാർഗറ്റ് ചെയ്യാൻ പോകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ചില മരുന്നുകളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇതുപോലെ ഓൾറെഡി ഇതിലുണ്ട്. പലപ്പോഴും നമുക്ക് ഈ മരുന്നുകൾ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ കാരണം നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ആ കോൺസെൻട്രേഷനിൽ എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അതിലാണ് പ്രധാനമായിട്ടും നാനോ ടെക്നോളജി ഉപയോഗിക്കുന്നത്. മരുന്നുകളുണ്ട്, ചില മരുന്നുകളൊക്കെ ഓൾറെഡി നമ്മൾ നമ്മൾ പ്രാവർത്തികമായ ചില മരുന്നുകളുണ്ട്.
Sir, Hello, sir. lymph Thank you, nodes sir. Thank ഉണ്ടാവുന്ന you. വീക്കം ക്യാൻസറസ് ആണോ? എന്തിൻ്റെയാ? ലിംഫ് നോഡ്സിനുണ്ടാവുന്ന വീക്കങ്ങള് ലിംഫ് നോഡ്സിൽ ഉണ്ടാകുന്ന വീക്കങ്ങളിൽ നല്ലൊരു ഭാഗവും ക്യാൻസർ അല്ല. കാരണം ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു, നമുക്കൊരു പല്ല് കേടുന്ന പല്ല് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കഴുത്തിനുള്ള ചില ഗ്ലാൻഡുകൾ വികസിക്കും. കാരണം ഇത് ഫസ്റ്റ് റിലേ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആ ലിംഫ് നോഡാണ്. അപ്പോൾ പലപ്പോഴും പക്ഷെ അവിടെയൊക്കെ എന്താ വ്യത്യാസം വെച്ചാൽ അത് വേദനയുള്ള ലിംഫ് നോഡുകളായിരിക്കും, പെയിൻഫുൾ ആയിരിക്കും. അതായത് അതുകൊണ്ട് നമുക്ക് ഒരു പല്ല് കേടുവരികയാണെങ്കിൽ നമുക്ക് തടിയലിൻ്റെ അവിടെ ഗ്ലാൻഡ് വരും, നോക്കിയാൽ വേദന. അപ്പോൾ നമുക്ക് ലിംഫഡനൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് പെയിൻഫുൾ ലിംഫനോപ്പതിയാണ്. പക്ഷേ ക്യാൻസറിൽ വരുന്നത് പെയിൻഫുൾ ആയിരിക്കില്ല മിക്കവാറും, പെയിൻലെസ് ആണ്. ആ ക്യാൻസറിൽ വരുന്നതും അങ്ങനെയാണ്. അപ്പം അത് നമുക്ക് രണ്ട് വിധത്തിൽ വരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡ്രെയിനിങ് ലിംഫ് നോഡ്സ് എന്ന് പറയും. ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഷത്തിൽ ഗ്ലാൻഡുകൾ വരാം. അത് കാരണം വെച്ചാൽ ആ ക്യാൻസർ കോശങ്ങൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു ഫിൽറ്റർ, ഫസ്റ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് ലിംഫ് നോഡാണ്. ആ ലിംഫ് നോഡ് ഫിൽറ്റർ കഴിഞ്ഞുകൊണ്ട് ഇത് മിക്കവാറും എനിക്ക് പുറത്തേക്ക് പോകുള്ളൂ. അതായത് അല്ലെങ്കിൽ നമുക്ക് രക്തത്തിലൂടെ ആയിരിക്കണം. അപ്പോൾ ആ ലിംഫ് നോഡ്, ആ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ലിംഫ് നോഡ് നമ്മൾ നോക്കും. അതായത് നമ്മൾ തപ്പി നോക്കുന്നതിന് വേണ്ടി, ലിംഫ് നോഡ്സ് നോക്കുന്നതിന് വേണ്ടിയാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത്, അത് വേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ നമ്മുടെ ക്യാൻസറുകളുടെയും നമുക്ക് ഒരു സെക്കൻഡറി ലിംഫ് നോഡ്സ് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ സാധിക്കും. പിന്നെ ലിംഫ് നോഡുകൾക്ക് മാത്രമായിട്ട് വരുന്ന ക്യാൻസറുകളുണ്ട് നമുക്ക്, അതാണ് ലിംഫോമാസ്. അതാണ്. അപ്പോൾ രണ്ട് തരത്തിലും വരാം. പക്ഷേ കൂടുതലായിട്ടും നമുക്ക് ലിംഫ് നോഡ്സ് വരുന്നത് പലപ്പോഴും ഇൻഫെക്ഷൻസിലാണ്. അത് അക്യൂട്ട് ഇൻഫെക്ഷൻ ആകും, ക്രോണിക് ഇൻഫെക്ഷൻ ആകും, TB-യിലൊക്കെ തന്നെ ഇങ്ങനെ വരാം. പക്ഷെ അതൊക്കെ നമുക്ക് യൂഷ്വലി പെയിൻലെസ് ആയിരിക്കും. വേദന ഉള്ളതാണ് നമുക്ക് ഇൻഫെക്ഷനിൽ വരുന്നത്. ക്യാൻസറിൽ പലപ്പോഴും വരുന്നത് പെയിൻലെസ് ആയിരിക്കും, വേദന ഇല്ലാത്തതായിരിക്കും. ഈ പെയിൻലെസ് ആകുമ്പോൾ ഒരു ചെറിയ തന്നെ നമ്മൾ ഡോക്ടറെ കാണണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് പെയിൻലെസ് ആയിട്ട് നമുക്ക് സാധാരണ ഒരു ഇൻഫെക്ഷൻ വന്ന ഒരു ലിംഫ് നോഡ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ ലിംഫ് നോഡ് പരിപൂർണമായിട്ട് സാധാരണ പോലെ ആവാൻ ചിലപ്പം 2-3 മാസങ്ങളെടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയും ലിംഫ് നോഡ്സ് ഇങ്ങനെ വളരുന്ന പോലെ കാണുന്നു, അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഐ തിങ്ക് യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ്. അതുപോലെ പലയിടത്തും ലിംഫ് നോഡ് ഒരേ സമയത്ത് വരിക. ഇപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളിലൊക്കെ കഴുത്തിലൊക്കെ ചെറിയൊരു ലിംഫ് നോഡ് വരുന്നത് സാധാരണമാണ്. കാരണം നമുക്ക് തലയിൽ 2 പേനുണ്ടെങ്കിലോ ഒരു താരൻ വരികയാണെങ്കിലോ പല്ലിന് കേട് വരികയാണെങ്കിലൊക്കെ നമുക്ക് കഴുത്തിന് ചുറ്റൊക്കെ നോടുകൾ വരാം. പക്ഷെ അത് നമുക്ക് പതുക്കെ ഇതിൽ സബ്സൈഡ് ചെയ്യും. പക്ഷെ അതെല്ലാം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് ഗെറ്റ് ഇൻവെസ്റ്റിഗേറ്റഡ്. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഞാൻ നീത എന്നാരാണ്, ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുമ്പേ ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ, ഇപ്പൊ ഷുഗറിന്റെ കാര്യം ചോദിച്ചല്ലോ, അതുപോലെ നമ്മളെ ആഹാരത്തില് നോൺ വെജ് ഇതിനെ ഇഫക്റ്റ് ചെയ്യുമോ? അല്ല, ഇനി നമുക്ക് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നോൺ വെജും വെജിന്റെ ഒരു റേഷ്യോ എങ്ങനെ ആയിരിക്കണം? അത് 2 പാർട്ടുണ്ട്. ഒരു വാലിഡ് ക്വസ്റ്റ്യൻ. ഞാൻ 2 പാർട്ടുണ്ട് അതിൽ. നമുക്ക് കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പ്ലേറ്റ് എന്താണെന്ന് അറിയാം. ആ പ്ലേറ്റിൽ നമ്മൾ പറയുന്നത് 50% നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറിയും നിറയ്ക്കാൻ പറയും. 50% is fruits and vegetables. 25% is grain of your choice. അത് അരി, ഗോതമ്പ് എന്തുകൊണ്ടെങ്കിലും ആകാം. ആൻഡ് 25% is protein of your choice. അത് 50% നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും, 25% നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രെയിൻസ്, അരി, ഗോതമ്പ്, 20% നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും കാരണം. എന്താ വെച്ചാൽ നമുക്ക് ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ പറയും പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇലകൾക്കും ക്യാൻസർ തടയാൻ ശക്തിയുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻസ്, മിനറൽസ്, പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ്. അപ്പോൾ ഫൈറ്റോ കെമിക്കൽസും ഫൈബേഴ്സുമാണ് നമ്മളെ ക്യാൻസർ തടയാൻ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾ ഏകദേശം 1000ഓളം ആഹാരങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ഉണ്ട്. ലുട്ടീൻ, ബീറ്റാകരോട്ടീൻ, ലൈക്കോപ്പിനൊക്കെ ഫൈറ്റോ കെമിക്കൽസ് ആണ്. നമുക്ക് തരുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇലകൾ, ഗ്രീൻ ടീ, ടൊമാറ്റോ, സോയാബീൻ, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിലധികം ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് തരുന്ന ഘടകങ്ങളാണ്. സോ ഇറ്റ് ഹാസ് ടു ബി പാർട്ട് ഓഫ് യുവർ ഡയറ്റ്. നമ്മൾ കഴിച്ചേ മതിയാവും. നമ്മൾ നോൺ വെജിറ്റേറിയൻ കഴിക്കേണ്ടെന്ന് പറയുന്നത്, പക്ഷേ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ സാധിക്കണം. നോൺ വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് ചെറിയ മീനുകളാണ്. അപ്പോൾ മീൻ കഴിച്ചോളാൻ പറയും. നമ്മൾ ചിക്കൻ പലപ്പോഴും ഉപയോഗിക്കാൻ പറയും. അതിന് മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ കഴിയുന്നതും അവോയ്ഡ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഒരു നേരം ഞാൻ പോയി ബീഫ് കഴിച്ചു, ഒരു നേരം പോയി വല്ല കഴിച്ച ക്യാൻസർ ഉണ്ടാകുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇഫ് യു ആർ ഓൺ ദാറ്റ് ഫോർ ക്വൈറ്റ് ലോങ് നമുക്ക് പ്രശ്നങ്ങളുണ്ട്.
അതാണ് നമ്മുടെ മുമ്പിൽ. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മൾ പഴങ്ങളും പച്ചക്കറിയും കഴിച്ചേ മതിയാകൂ എന്ന് പറയും. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ നോൺ വെജ് തീർത്തും ഉപേക്ഷിക്കണം എന്നുള്ളതല്ല, ബട്ട് നമ്മുടെ ആ റേഷ്യോ വൈസ് നമ്മൾ പറയും ഇങ്ങനെ ഉപയോഗിച്ച് പോകാൻ പറയും. താങ്ക് യു ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ അർച്ചന ഹരികൃഷ്ണൻ, BSc സുവോളജി ഫസ്റ്റ് ഇയർ. പറയൂ സർ. ഈ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസറും അതുപോലെ ഈ യൂട്രസ് ക്യാൻസറിന്റെ ഒക്കെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്ന സിംറ്റംസും അതിനെ കുറിച്ചൊന്ന് പറയുമോ? നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസേഴ്സ് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കോമൺ സൈറ്റ് ഒന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനൽ ട്യൂമേഴ്സ് ആണ്, അതായത് വൻകുടലിലെ ക്യാൻസറാണ്. റെക്ടമിൻ്റെ നമ്മൾ കോളോറെക്ടൽ ക്യാൻസേഴ്സ് എന്ന് പറയും. സാധാരണ നമുക്ക് അതിൻ്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് അതിൻ്റെ സൂചനകൾ നമുക്ക് ഹൈലി വേരിയബിൾ ആണ്. അതിൽ നമുക്ക് മലബന്ധം ഡിപ്പെൻഡിങ് ഓൺ വിച്ച് സൈറ്റ് ഈസ് അഫക്റ്റഡ്, ഏത് ഭാഗത്ത് അഫക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ വ്യത്യാസങ്ങൾ വരും. അത് മലബന്ധമായിട്ട് വരാം, ലൂസ് മോഷനായിട്ട് വരാം, മാറി മാറി വരാം, രക്തസ്രാവമായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ പറയും മലയാളിക്ക് മലത്തിലൂടെ രക്തം പോയാൽ ഒറ്റ ഡയഗ്നോസേ ഉള്ളൂ, നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുക്കും പൈൽസാണ്. പൈൽസ് പുറത്ത സമയത്ത് അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ഒരു പ്രധാന സൂചന എന്ന് പറഞ്ഞത്. യൂട്രൈൻ ക്യാൻസറിന് സാധാരണ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തരംതിരിക്കും. ഒന്ന് ബോഡി ഓഫ് യൂട്രസ് ആണ്, ഗർഭാശയമാണ്. രണ്ടാമത്തെ ഗർഭാശയകളമാണ്, അത് സർവൈക്കൽ ക്യാൻസേഴ്സ് ആണ്. രണ്ട് വ്യത്യാസമാണ്. സാധാരണ നമുക്ക് സർവൈക്കൽ ക്യാൻസറിൽ കോമണസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ആണ്, എസ്പെഷ്യലി ഫോളോയിങ് എ സെക്ച്വൽ കോണ്ടാക്ട്, വിട്ട് ബ്ലീഡിങ് ഉണ്ടാകുക, അല്ലെങ്കിൽ വെള്ളപ്പൊക്ക്, നടുവിന് പ്രാരംഭ ലക്ഷണങ്ങളാകാം. യൂട്രൈൻ ക്യാൻസറിൻ്റെ യൂഷ്വൽ പോസ്റ്റ് മെനോപോസിലാണ്, അതായത് നമ്മുടെ മാസം നിൽക്കുന്നു, ആ മാസം നിന്നവരിൽ ദേ സ്റ്റാർട്ട് ബ്ലീഡിങ് അഗെയിൻ. അത് നമ്മുടെ കോമണസ്റ്റ് സിംറ്റമാണ്, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആണ്. പിന്നെ നമുക്ക് വയറ് വീർത്ത് അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സർവൈക്കൽ ക്യാൻസർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ പെൺകുട്ടികൾ ധാരാളം ഒരു കോളേജാണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സർവൈക്കൽ ക്യാൻസറിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളാണ്, HPV വൈറസാണ് സർവൈക്കൽ ക്യാൻസറിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് ഇന്ന് HPV വൈറസിനെതിരെ ഒരു കുത്തിവയ്പ്പുണ്ട്, കോളേജ് HPV വാക്സിനേഷൻ. അത് എടുക്കേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വയസ്സിനും 26 വയസ്സ് മണിക്കുള്ള പെൺകുട്ടികൾ നിർബന്ധമായും എടുക്കേണ്ട കുത്തിവയ്പ്പാണത്. നമ്മൾ 3 ഡോസ് എടുക്കാൻ പറയും, ഈ മാസം, 2-ാം മാസം, 6-ാം മാസം. നമ്മൾ ചെയ്യുന്നത് ആ കുത്തിവയ്പ്പ് എടുക്കുന്നത് വഴി HPV ഇൻഫെക്ഷൻ കുറയ്ക്കുകയും അങ്ങനെ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 40 വയസ്സിൽ ഉപയോഗിക്കാം, ബട്ട് ദി ഐഡിയൽ ഏജ് ഗ്രൂപ്പ് ഈസ് 10 to 26 years. നമ്മൾ 2 വാക്സിനുകളുണ്ട് ക്യാൻസറിനെതിരെ. നമ്മൾ പറയുന്നത് ഞാൻ കാരണം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 വാക്സിനുകളുണ്ട്, 2ഉം ആൻറ്റി ക്യാൻസർ വാക്സിൻ അല്ല, 2ഉം വൈറസിനെതിരെയുള്ള വാക്സിനാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനുള്ള വാക്സിനും. അതുപോലെ ഗർഭാശയ ക്യാൻസർ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ വ്യക്തമായ രൂപത്തിലുള്ള ക്യാൻസറാണ്. ബൈ സിമ്പിൾ ടെസ്റ്റ് കോൾഡ് എസ് പാപ്സ്മിയർ. ഇറ്റ്സ് എ സ്ക്രീനിങ് ടെസ്റ്റ്. പാപ്സ്മിയറിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ പാപ്സ്മിയർ ഈ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ മാത്രമല്ല, ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ള വ്യക്തിയെ പോലും നമുക്ക് വർഷം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് 18 വയസ്സ് 20 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ യു ഹാവ് ടു ഡു പാപ്സ്മിയർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 years. പാപ്സ്മിയറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ജീൻ ടെസ്റ്റും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യു നീഡ് ടു ഡു ഓൺലി വൺസ് ഇൻ 5 years. ഓക്കെ, താങ്ക് യു സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഞാൻ 3rd ഇയറിലെ സിനിമോൾ ചന്ദ്രനാണ്, ബോട്ടണിയാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. സാർ, എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. അപ്പോൾ ഈ ഹൈ റേഞ്ച് മേഖലയിൽ ഈ ഒരു 2-3 വർഷമായിട്ട് ക്യാൻസറിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഏലക്കാടുകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ അതിന് കാരണമാകുന്നുണ്ടോ സാർ? കീടനാശിനികൾ പ്രശ്നമുണ്ട്, തീർച്ചയായും പ്രശ്നമുണ്ട്. കീടനാശിനികളും വളങ്ങളൊക്കെ പ്രശ്നമുണ്ട്, കെമിക്കൽസും പ്രോബ്ലംസ് ആണ്. കീടനാശിനി വളങ്ങൾ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന രീതികളും ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷനും പ്രധാനമാണ്. നമ്മൾ കുട്ടനാടിലെ പ്രശ്നങ്ങൾ പറയാറുണ്ട് പലപ്പോഴും. കുട്ടനാട് നമ്മൾ പറയാം, കുട്ടനാട് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മളത് കാറ്റിനെതിരെ സ്പ്രേ ചെയ്യുന്ന കാറ്റ് നമ്മുടെ മുഖത്തേക്ക് തന്നെ ആയിരിക്കും ഹോൾ തിങ് ഗെറ്റിംഗ് ഇൻഹെയിൽഡ്. അപ്പോൾ പ്രധാനമാണ് നമുക്ക് കീടനാശിനികളും വളങ്ങൾ, അതുപോലെ നമ്മുടെ ആഹാരത്തിൽ നിറവും സാധനങ്ങൾ, രാസവസ്തുക്കൾ, കേടുവരുന്ന രാസവസ്തുക്കൾ, നമ്മൾ പഴം പച്ചക്കറി നിറം വേണ്ടി പൂശി വയ്ക്കുന്നത്, ഇതൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വരുന്നത് രാസവസ്തുക്കളുടെ ബാനറിലാണ്. അപ്പോൾ നമ്മൾ വാട്ട് ആർ ദി കോസസ് ഓഫ് ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഹെറിഡിറ്റി 5%. പിന്നെ ഈ രാസവസ്തുക്കളാണ് വലിയ ലിസ്റ്റ്. നമ്മുടെ ദൈനംദിനമായിട്ട് ബന്ധപ്പെട്ട രാസവസ്തുക്കൾ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വൈറസുകൾ, പിന്നെ റേഡിയേഷൻ, ഇതൊക്കെ നമുക്ക് കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. താങ്ക് യു സർ.
ഹലോ സർ. സർ, എൻ്റെ പേര് ഖദീജ. ഞാൻ ഫസ്റ്റ് ഇയർ BA പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. സാർ, എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞു ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഈ ലങ് ക്യാൻസർ അല്ലെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് ഹെറിഡിറ്ററി ആവാറുണ്ടോ, അതോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹാബിറ്റ് ഉള്ള ആ പേഴ്സൺസിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ? അല്ല, നമുക്ക് ഇപ്പം ലങ് ക്യാൻസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലങ് ക്യാൻസർ നമുക്ക് ലങ് ക്യാൻസർ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഒന്ന് സ്മോക്കേഴ്സാണ്, രണ്ടാമത് നോൺ സ്മോക്കേഴ്സാണ്. സ്മോക്കേഴ്സാണ് 90% സ്മോക്കേഴ്സാണ്, 90%. 10% മാത്രമേ നോൺ സ്മോക്കേഴ്സ് ഉള്ളൂ. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ജനറ്റിക് ചാൻസസ് ഒരു വളരെ 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 കുറവാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ പെർസെൻറ്റേജേ ഉള്ളൂ. അത് ചില ക്രോമസോം 6 ചേഞ്ചസ് ആണ്. പക്ഷെ അത് ഒരു മേജർ ഫാക്ടർ അല്ല ലങ് ക്യാൻസറിൽ. തൈറോയിഡിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററികളുണ്ട്, ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്, സാധ്യത വരാറുണ്ട്. പക്ഷെ നമുക്ക് ചില ക്യാൻസറുകളിൽ നമുക്ക് പാരമ്പര്യ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, വൻകുടലിലെ ക്യാൻസറുകളുണ്ട്. അതൊക്കെ നമുക്ക് ക്യാൻസറിനൊക്കെ പാരമ്പര്യത്തെക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ലൈക്ക് യു ടോൾഡ് മീ, നമുക്ക് ദർ ഓൾ ലൈഫ് സ്റ്റൈൽ കൂടുതലായിട്ട്. ലങ് ക്യാൻസർ നമുക്ക് ലൈഫ് സ്റ്റൈലാണ് കൂടുതലായിട്ട് വരുന്നത്, പാരമ്പര്യം അല്ല വരുന്നത്. ആ ഒരു ഡിഫറൻസ് ഓരോ ക്യാൻസർ നമുക്ക് വരുന്നുണ്ട്. അപ്പം തൈറോയ്ഡ് എങ്ങനെയാ? തൈറോയ്ഡ് ക്യാൻസർ എങ്ങനെയാ? അത് തൈറോയിഡ് നമുക്ക് ഹെറിഡിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല, വളരെ 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 ചില ടൈപ്പുകൾക്ക് മാത്രമുള്ള ഹെറിഡിറ്റി ഓപ്പറേഷൻ പറഞ്ഞു വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അല്ല. പക്ഷേ തൈറോയിഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ലങ് ക്യാൻസർ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ കാര്യകാരണ സഹിതം തെളിയിക്കപ്പെട്ടിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ പല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 30% ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. കാരണം ബാക്കി 70% നമുക്ക് അതിൻ്റെ കാര്യകാരണ സഹിതം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. അതുകൊണ്ടാണ് അത് തടയാൻ സാധിക്കാത്തത്. അപ്പോൾ കാരണങ്ങൾ കണ്ടുപിടിച്ചാലേ തടയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് ക്യാൻസർ തടയാൻ സാധിക്കുമ്പോൾ വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ പ്രിവെൻറ്റബിൾ ക്യാൻസർ അല്ല. പക്ഷേ അതേസമയം തൈറോയ്ഡ് ക്യാൻസർ ക്യൂറബിൾ ക്യാൻസറാണ്, ഹൈലി ക്യൂറബിൾ ക്യാൻസറാണ്, പ്രത്യേകിച്ചും ചില ടൈപ്പുകളൊക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സാറിന് സമയക്കുറവുള്ളത് കൊണ്ട് ബാക്കി ഇതിലേക്ക് നീങ്ങട്ടെ. ക്വസ്റ്റ്യൻസ് പാർട്ടിസിപ്പൻസ് ക്ഷമിക്കുക, ഇൻട്രാക്ഷനുള്ള സമയം നമുക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി പ്രോഗ്രാമിലേക്ക് കിടക്കാം. സാറിന് അടുത്ത OP-യിലേക്ക് കയറാനുള്ള സമയമാവുന്നതുകൊണ്ട്. ഓക്കെ, ഗ്രേസ്. താങ്ക് യു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ക്ലാസ് എടുക്കുന്നതിനേക്കാൾ സന്തോഷം തോന്നിയത് ധാരാളം ചോദ്യങ്ങൾ, വളരെ വളരെ എല്ലാവരും ചോദ്യം ചോദിച്ചാൽ എല്ലാവരും വളരെ ക്ലിയർ കട്ട് ക്വസ്റ്റ്യൻസ് ആണ്, വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഐ റിയലി കൺഗ്രാജുലേറ്റ് ഓൾ ഓഫ് ദം. ബിക്കോസ് ഐ തിങ്ക് നമുക്ക് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്, ഇതുപോലെ ചോദ്യങ്ങൾ വരുന്നത് തന്നെയാണ്. കാരണം ദാറ്റ് മീൻസ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് യു ആർ ലിസണിങ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ. കുറച്ച് പേരൂടെ കൈ പൊക്കിയിട്ടുണ്ട്. പക്ഷേ സാറിന് സമയം കുറവുള്ളത് കൊണ്ട് ഇൻട്രാക്ഷൻ നിർത്തിയത്. ഒരു 2 പേരൂടെ ഉണ്ട്. ഇപ്പം 4 പേരായി. 4 പേരെ ചോദിക്കാം, 4 പേരെ കൂടെ ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ കേട്ടോ, നിങ്ങളുടെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. Oh no, we have no problem sir. Thank you. Okay, Janita Mary George, go ahead. ഹലോ ഡോക്ടർ. ഡോക്ടർ, എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. കാരിത്താസിലാണ് കൺസൾട്ട് ചെയ്തത്. ഡോക്ടർ മനു ആയിരുന്നു അമ്മയെ ട്രീറ്റ് ചെയ്തത്. അപ്പം ക്യാൻസർ തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം തൈറോയിഡ് ഉണ്ട്, തൈറോയിഡിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്, കാൽസ്യത്തിന്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വല്ലതും ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിർത്താൻ പറഞ്ഞത്? ലൈഫ് ലോങ് കഴിക്കേണ്ട ഗുളികയായിരുന്നോ? എന്ത് ക്യാൻസർ ആയിരുന്നു? ബ്രസ്റ്റ് ക്യാൻസർ സാധാരണ നമ്മൾ ഹോർമോൺ പോസിറ്റീവ് എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ ഹോർമോൺ ഗുളിക കൊടുക്കുക. സാധാരണ 5 to 10 years കഴിച്ചാൽ നിർത്താൻ പറ്റും, പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതിനുശേഷം സാധാരണ നമുക്ക് ചാൻസ് രണ്ടാമത് വരാനുള്ള സാധ്യത നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ തൈറോയിഡിന്റെ ഗുളികൾ കഴിക്കണം, ഹോർമോൺ ഗുളികൾ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ സെപ്റ്റംബറിലാണ് ഇത് നിർത്തിയത്. ഡോക്ടറിനെയും കൺസൾട്ട് ചെയ്തായിരുന്നു. അതെ, സാധാരണ 5 years കഴിഞ്ഞാൽ നമുക്ക് അത് നിർത്താൻ സാധിക്കും കേട്ടോ, പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓൺലൈൻ ക്ലാസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് യൂസേജ് റേഡിയേഷൻ ക്യാൻസറിനെ ഏതെങ്കിലും തരത്തിലെ സ്വാധീനിക്കുമോ? അല്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ബ്രേക്ക് ചെയ്ത് കേൾക്കുന്നില്ല. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആണ്.
അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സും ഫോണിന്റെ യൂസേജും ഒക്കെ ക്യാൻസറിനെ എങ്ങനെയൊന്ന് സ്വാധീനിക്കുമെന്ന് പറയാമോ? അതായത് കൂടുതലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. മൊബൈൽ ഫോണിനെ കുറിച്ച് ആധികാരികമായ പഠനങ്ങളൊന്നും ടി വി മറ്റൊന്നും ഇതുവരെ ഒന്നുമില്ല. ഇത് ഒരു റിസ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ വേറെ പ്രശ്നങ്ങളുണ്ട്, ലൈക്ക് നമ്മുടെ കണ്ണുകളുടെ പ്രശ്നങ്ങൾ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മൊബൈൽ ഫോണിന് ദർസ് എ കോഷൻ. മൊബൈൽ ഫോണിൽ നമ്മൾ ചെവിയോട് ചേർത്ത് പിടിച്ച് വളരെയധികം സമയം നടത്തിയ മൃഗങ്ങൾ നടത്തിയ പരീക്ഷണങ്ങൾ, മനുഷ്യരുടെ പരീക്ഷണങ്ങളൊന്നുമില്ല, മനുഷ്യരുടെ ഡേറ്റ ഇല്ല. മൃഗങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് WHO ഹാസ് ഗിവൺ എ വാർണിംഗ്, ഒരു കോഷൻ ഉണ്ട്. അതായത് ചെവിയോട് ചേർത്ത് പിടിച്ച് വളരെയധികം സംസാരിച്ചുകൊണ്ട് നമ്മളിത് നടക്കരുത്. അതുപോലെ ടെലിഫോൺ ഓൺ ചെയ്ത്, മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ശരീരഭാഗത്തോട് ചേർത്തിട്ടുകൊണ്ട് നടക്കരുത്. കുറച്ച് സമയം ഉപയോഗിക്കുക, മാറ്റിവെച്ച് ഉപയോഗിക്കുക, ഇയർഫോൺ വെച്ച് ഉപയോഗിക്കുക. ഈ ഒരു കോഷൻ നമുക്കുണ്ട്. അതിനപ്പുറം നമുക്ക് ഇതുവരെ പഠനങ്ങളൊന്നുമില്ല. പക്ഷെ ഭാവിയിൽ യെസ്, ഐ തിങ്ക് ദർസ് എ കോഷൻ ഓൾവേസ്. അതുൽ. Hello, good morning, sir. Good morning. Yes, ma'am. Sir, ഇപ്പോൾ ഹോമിയോപ്പതിയിൽ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ കോഴിക്കോട് മലപ്പുറത്തും മറ്റും ക്യാൻസറിന് വേണ്ടി തന്നെ ഒരു ഗവൺമെന്റ് ക്ലിനിക്ക് ഞാൻ തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട്. ഹൈ സക്സസ് റേറ്റ് ആണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ സർ? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം എല്ലാ മേഖലയിലും നമുക്കുള്ള ഒരു മരുന്നുകൾ കാണാതിരിക്കേണ്ട സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഇതുപോലെ തന്നെ പ്ലാന്റ് എക്സ്ട്രാക്ട്സ്, ലീഫ് എക്സ്ട്രാക്ട്സ്, റൂട്ട് എക്സ്ട്രാക്ട്സ് ഒക്കെയാണ്. അതുകൊണ്ട് കാണാതിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആധികാരികതയാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഒരു ക്യാൻസർ രോഗിക്ക് മരുന്ന് കൊടുത്തു, ആ രോഗിക്ക് ഭേദമായി ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡേറ്റയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഉദാഹരണം പറയുകയാണ്. ഞാൻ പറയാം ലുക്കീമിയയിൽ 30% രോഗികൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലക്ഷങ്ങളിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഒരു ഫലമാണ് ആ 30%. അത് പലപ്പോഴും മറ്റ് മേഖലകൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ പഠനങ്ങൾ നടക്കുന്നില്ലെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള പോസിബിലിറ്റി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അലോപ്പതിയിൽ നമുക്ക് ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ക്യാൻസറിൻ്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലും ക്യാൻസറിലാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സമയം കളയരുത്. കാരണം മറ്റു ചികിത്സയ്ക്ക് പോകരുത്. കാരണം നമുക്ക് ആ സമയം വളരെ പ്രധാനമാണ്. ക്യാൻസറിൻ്റെ വിജയസാധ്യത എപ്പോഴും ഡിപ്പെൻഡ്സ് ഓൺ ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണ്. ആ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്. പക്ഷേ സാധ്യതകളില്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മറ്റു മേഖലയിൽ മോശമാണെന്നുള്ളതല്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്നെന്ന് പറയേണ്ടി വരും. ഓക്കെ സർ, താങ്ക് യു. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ആൽക്കഹോൾ, സിഗരറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാത്ത ഒരാൾക്ക് വരാനുള്ള ചാൻസ് എത്രയാണ്? അങ്ങനെ ഒരാൾ എന്തൊക്കെ പ്രിവെൻഷൻ ചെയ്യണം? അതേപോലെ മറ്റൊരു സർജിക്കൽ മെത്തേഡ്സ്, നമ്മൾ സെക്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ട്യൂബെക്ടോമി, വാക്സെക്ടോമി എന്ന് പറഞ്ഞ 2 മെത്തേഡുകൾ ഈ ക്യാൻസറിന് എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഉണ്ടോ? ഇല്ല, ട്യൂബെക്ടോമി വാക്സെക്ടോമിക്ക് ഒന്നും ക്യാൻസറിന്റെ സാധ്യതകളില്ല. ഒട്ടുമില്ല. പിന്നെ നമുക്ക് നമുക്ക് തടയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുകവലിക്കാത്തവരും അല്ലെങ്കിൽ മദ്യപിക്കാത്തവർക്കും ക്യാൻസർ വരുമെന്ന് വെച്ചാൽ വരും. ബിക്കോസ് 70% കാരണം നമുക്കറിയില്ല. പക്ഷെ അതേ സമയത്ത് 30% പ്രിവെൻറ്റബിൾ ആണ്. അവിടെയാണ് നമ്മുടെ പ്രാധാന്യം. ആ 30% പ്രിവെൻറ്റബിൾ ആണെങ്കിൽ നമുക്ക് യെസ് യു ഹാവ് ടു പ്രിവെൻറ്റ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കണക്കാണ് 30% തടയാൻ സാധിക്കും, 30% പ്രാരംഭത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 50% ഓഫ് ദി ക്യാൻസേഴ്സ് ആർ ഐദർ പ്രിവെൻറ്റബിൾ ഓർ സ്ക്രീനബിൾ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ മറ്റുള്ളവർ നമ്മളിപ്പോൾ വ്യായാമം ഒക്കെ വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശക്തി എപ്പോഴും ഹൈ ആയിരിക്കും വെൻ യു ആർ ഫിസിക്കലി ഫിറ്റ്. ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, മെൻ്റൽ ഫിറ്റ്നസ്സും. ഫിസിക്കൽ മെൻ്റൽ ഫിറ്റ്നസ് മെച്ചമാണ്. അപ്പോൾ നമ്മൾ 2 ക്യാൻസർ കൂടെ എടുക്കുകയാണ്. മെൻ്റൽ ഫിറ്റ്നസ് കൂടി ഞാൻ പറയാം. 2 ക്യാൻസർ കൂടെ എടുക്കുകയാണ്. അതിൽ ഒരാൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, ഞാൻ മരിച്ചു പോകും, രക്ഷപ്പെടില്ല, ഒരു ഗ്രൂപ്പാണ്. മറ്റൊരു ഗ്രൂപ്പ് അങ്ങനെയല്ല. അവർ പറയാണ് ഞാൻ ഐ വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസീസ്, ഞാൻ ഇതിനെതിരെ പൊരുതും, ഞാൻ രക്ഷപ്പെടും. ഇത് 2 നമ്മൾ കണക്കുകളുണ്ട്, പഠനങ്ങളുണ്ട്. അതിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഓൾവേസ് തന്നെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ്. ഇച്ഛാശക്തിയും ആത്മവിശ്വാസം വേണമെന്ന് പറഞ്ഞ കാരണം അതുകൊണ്ടാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഹെൽത്ത് ക്ലബിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട അല്ലെ മെഡിക്കൽ ക്ലബിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. നമുക്ക് യു ഷുഡ് ബി ഏബിൾ ടു ഇൻവോക്ക് ഇൻ ടു ദം. നിങ്ങൾ അവരെ കൂടെ പോകണമെന്ന് പറയാൻ കാരണം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ ബിൽഡ് അപ്പ് എ പോസിറ്റീവ് സ്പിരിറ്റ്, അത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് വളരെ പ്രധാനമാണ്, ട്രീറ്റ്മെൻറ്റ് ഔട്ട്കമ്മിലും വളരെ പ്രധാനമാണ്. താങ്ക് യു സാർ. ഹലോ സാർ, ഞാൻ ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ശരി സാർ, എൻ്റെ ചോദ്യം ഇതാണ്. നമ്മുടെ ഇപ്പം പല ക്യാൻസറിന് കാരണമാണ് പല ഫുഡ് പ്രോഡക്ട്സും, അതിനെല്ലാം വലിയ തോതിൽ ചാനൽസ് മാർക്കറ്റിങ്ങിന് കൊടുക്കുന്നു. എന്നാൽ ഇതിന് ഗവൺമെന്റിന് എന്ത് നടപടി എടുക്കാൻ സാധിക്കും? ഗവൺമെന്റ് നമ്മൾ പറയുന്നത് സ്റ്റിക്ക് ആൻഡ് ക്യാരറ്റ്, നമ്മൾ പറയുന്നത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് സാധിക്കണം. അതോടെ എഡ്യൂക്കേഷൻ്റെ പാർട്ട് വരുന്നതാണ്. രണ്ടാമത്തത് ദർ ഷുഡ് ബി എ സ്ട്രിക്റ്റ് ലോ. ആ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണം. അതായത് ദീസ് പ്രോഡക്ട്സ് ഷുഡ് നോട്ട് ബി ദർ, അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സിന് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻസിൻ്റെ പെർസെൻറ്റേജ് ഫിക്സ്ഡ് ആയിരിക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് ഐ തിങ്ക് ഇറ്റ്സ് എ സ്റ്റിക്കാണ്. അപ്പോൾ രണ്ടും വേണം, എഡ്യൂക്കേറ്റിംഗ് ദി പബ്ലിക് ആസ് വെൽ ആസ് ബൈ ലീഗൽ സൈഡ് ചെയ്യേണ്ടി വരും. താങ്ക് യു സാർ. ഓക്കെ Sir, I think there are no more questions. Okay, thank you. Once again, thank you so much, sir, for your valuable time. Thank you. I welcome Staff Advisor, Professor K.M. Nambudiri, sir, for felicitation. Some days, memories, and tons of emotions. I find it a very rare opportunity to join this virtual dais with a man whom I see next to God. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് മാത്യു സർ, ഡോക്ടർ VP ഗംഗാധരൻ സർ, റീന മോൾ മിസ്, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥി ജനങ്ങളെ, ഒരു മിക്സഡ് ബാഗ് ഓഫ് ഇമോഷൻസ് ആണ് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം എന്റെ പിതാവിനെയും കൊണ്ട് സാറിന്റെ ചികിത്സയിലായിരുന്നു. വളരെ വൈകിയാണ്, 4th സ്റ്റേജ് ആയിട്ട് മെറ്റ്സ് എല്ലാം ആയി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഫാദറിനെ കൊണ്ട് സാറിന്റെ അടുത്ത് എത്താൻ സാധിച്ചത്. സാറിന്റെ വീട്ടിലും ഒരിക്കൽ വന്നു, 5 തവണ സാറിന്റെ ലേക്ക് ഷോറിലും വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഫാദറിനെ കൊണ്ട് ലേക്ക് ഷോറിൽ വരുന്നത്. ഇമോഷൻസ് വല്ലാതെ വരുന്നു, എങ്ങനെ അറിയിക്കണം എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ സാറിന്റെ ആ ഒരു കൺസേണും സാറിന്റെ ആ ഒരു ട്രീറ്റ്മെന്റും അച്ഛന് ഒരു പരിധി വരെ ആശ്വാസം നേകാൻ സാധിച്ചു. അച്ഛൻ പിന്നീട് സർവൈവ് ചെയ്തില്ല. മാർച്ച് ആയപ്പോഴേക്കും അച്ഛൻ ഈ ലോകത്തോട് വിടപഴഞ്ഞ് പോയി. പക്ഷെ എപ്പോഴും മനസ്സിലുള്ള ഒരു സമാധാനം, ചിന്തിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് അച്ഛന് ഏറ്റവും നല്ല ചികിത്സ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ സാധിച്ചു. കാരണം സാറിന്റെ അടുത്ത് എത്തിച്ചു, സാറിന്റെ അടുത്ത് സമയത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അച്ഛനും മനസമാധാനത്തോടെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഗംഗാധരൻ ഡോക്ടറിന്റെ ചികിത്സയിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അച്ഛന് വലിയൊരു സന്തോഷമാണ്. അതൊരു വലിയൊരു പ്രൗഢിയായിട്ട് അച്ഛൻ പലരോടും പറയാറുണ്ട്, ഞാൻ ഗംഗാധരൻ ഡോക്ടറിന്റെ ചികിത്സയിലാണ് എന്നൊക്കെ അച്ഛൻ പറയുമായിരുന്നു. അപ്പൊ അത് മനസ്സിലൂടെ കടന്നു പോകുന്നു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, സാറിന്റെ റൂമില് ഒരു കൊച്ചുകുട്ടി വരച്ചേക്കുന്ന ശിവന്റെ പടമാണ്, ഒരു കാർട്ടൂണ്. അത് ഗംഗാധരൻ അങ്കിളിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അത് ശിവന്റെ പടം ഗംഗാധരൻ എന്നുള്ള സങ്കല്പത്തിലാണ് ആ ഫോട്ടോ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സാറിനോട് എത്രമാത്രം കുട്ടികളും സാറിനെ ചികിത്സിക്കുന്ന കുട്ടികളൊക്കെ സാറിനോട് എത്രമാത്രം അറ്റാച്ച്ഡ് ആണെന്ന് ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. അവര് ദേ ഫൈൻഡ് സൊലേസ്, അത്രമാത്രം സാറിന് അവരോട് ഇടപെടുന്നു. ഓരോ വരുന്ന പേഷ്യൻസിനെ വൈകുന്നേരങ്ങളിൽ പോലും രാത്രികളിൽ വരുന്നവരോട് സാർ കൺസേൺ, സാറിക്കുന്ന ഒരു സ്നേഹം, അതിനെ വളരെ വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് സാർ ഇവിടെ എത്തി ഈ മെഡിക്കൽ ക്ലബിന്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചു. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. ഇന്ന് ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന ഇറക്കിയിരിക്കുന്ന അവരുടെ തീം എന്ന് പറയുന്നത് ഗ്ലോബൽ സോളിഡാരിറ്റി റെസിലിയന്റ് HIV സർവീസസ് എന്നുള്ളതാണ്. ഈ വർഷം നമുക്ക് ഈ ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് മുൻപോട്ട് ഏറെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന ആശംസ
ഈ മെഡിക്കൽ ക്ലബ്ബ് ഇനോഗ്രേഷൻ വേളയിൽ നൽകുകയാണ്. ഒരിക്കൽ കൂടി ഗംഗാധരൻ സാറിനോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അറിയിക്കാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ കോളേജ് അധികൃതരോട് അറിയിക്കുന്നു. Thank you, sir. I welcome Club Secretary Ms. Sherini Koshi for vote of thanks. Good morning, all. I feel honored and privileged to get this opportunity to propose a vote of thanks on this special day. I am proud to be a representative and a member of this medical club, and working as a secretary was a great privilege for me. On the behalf of Marthoma College Medical Club and students, I would like to convey my regards and thanks to our esteemed guest of honor, Dr. V.P. Gangadharan, sir. No words could express our gratitude towards you, sir, for being with us this whole time. It was really a wonderful time having you here. We are really thankful that sir could have time for our schedule. We and everyone are greatly privileged to have such a great personality with us today. Thank you, sir, for finding time and could share his experience and knowledge with us. It is a great blessing. We are totally mesmerized with your effective class and interaction with everyone. As we all know, Dr. V.P. Gangadharan, sir, is a famous Indian oncologist and known for his support to poor and needy cancer patients. Today, as we celebrate World AIDS Day, a day to create awareness among everyone about HIV and AIDS. As sir has said previously, prevention is better than cure. Before treating or getting treatment for cancer, we should always try to prevent it in every way. As we, students, should educate others and each other about cancer and treat the victims with love, care, and respect. Most of the people feel isolated due to the social stigma among the society about them, which destroys their mental health and physical motivation of healing themselves from this disease. As the sir suggested, as a person dies of cancer, his family also dies. The sir has said a solution for it. We should collect funds for that person, and we should never hesitate to do any little help that we could do, as even a small help can make a big change in this world. Thank you, sir, for your remarkable words and answering to all the questions asked by teachers and students. I would like to thank our college principal, respected Dr. Verghese Matthew, sir, for showing full support and being with us throughout this whole inaugural session. I would also like to thank Dr. Reena Mole ma'am for organizing, inviting, and converting the whole session, and would also like to thank Miss Grace for comparing the session for us. And like to thank Professor K.M. Vishnu Nambudri, sir, for his best wishes towards the medical club. And last but not the least, would like to thank Miss Megha for starting the program with a prayer song, as her melodious voice was soothing to our ears. Lastly, all the students, committee members, teaching staff, non-teaching staff, for their active participation in this program and making it as a huge success. Thank you, sir, once again for your valuable words that was imparted to us. Thank you. Thank you, Sherin. Thank you, Sherin. By this, our program. By this, our program comes to an end. Thank you all for cooperating. Thank you very much. Thank you, sir. Welcome. Thank you, sir. Thank you, sir. Thank you. Okay. Bye. Thank you, sir. 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 Thank you, Thank sir. you, sir. Thank you, sir. Thank you.
ആരാ ഇന്ന് അസൈൻ ചെയ്ത് സിനൂസ് ആണോ? അയ്യോ